ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ഓക്ക്ലാൻഡ് ബേ ബ്രിഡ്ജ്. USA-യിൽ കാലിഫോർണിയ സ്റ്റേറ്റിലെ ഓക്ക്ലാൻഡ് സിറ്റിയും സാൻ ഫ്രാൻസിസ്കോ സിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നീളമേറിയ ബ്രിഡ്ജാണിത്. ഇന്ന് നമുക്ക് ഈ പാലത്തിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുവന്നോലോ. ഏഴ് കിലോമീറ്ററിൽ അധികം നീളമുള്ള ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഇതുപോലെ മേലെയൊക്കെ കവർ ചെയ്തിട്ട് മറ്റേ സൈഡിൽ കവർ ചെയ്യാതെ സസ്പെൻഷൻ ടൈപ്പിൽ, പിന്നെ അതിൻ്റെ നടുക്ക് ഒരു ടണലുണ്ട്. ആ ടണലാണ് ഈ രണ്ട് സൈഡിനെയും ബന്ധിപ്പിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുമാതിരി യെർബ ബോയ്ന എന്ന് പറയുന്ന ഈ ടണലാണ് രണ്ട് ഭാഗത്തെയും കൂടി ബന്ധിപ്പിക്കുന്നത്. കണ്ടോ, ഈ ഭാഗം പണിതിരിക്കുന്നത് മേലെ കവേർഡ് അല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആ ടണലാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ പാലത്തിൻ്റെ മേലെ കൂടെ ഒരു ദിവസം 2,60,000 വെഹിക്കിൾസ് കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗണിലേക്ക് ഉള്ളതായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. പ്രകൃതി രമണീയമായ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ സമയം പോകുന്നത് തന്നെ അറിയുകയില്ല.
മറ്റ് നോർത്ത് അമേരിക്കൻ സിറ്റികളെ അപേക്ഷിച്ച് സാൻ ഫ്രാൻസിസ്കോവിലെ കാലാവസ്ഥ വളരെ നല്ലതാണ്. സമ്മർ സീസണിൽ അധികം ചൂട് അനുഭവപ്പെടാതെ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുപോലെ തന്നെ വിൻ്ററിലാണെങ്കിൽ എക്സ്ട്രീം തണുപ്പ് ഉണ്ടാകാറില്ല. അതേസമയം ആവശ്യത്തിന് മഴയും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ആൾക്കാർ ഇഷ്ടപ്പെടും. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ IT ഹബ്ബാണ് സാൻ ഫ്രാൻസിസ്കോ. ഇതിനൊക്കെ ഉപരിയായി സുന്ദരമായ ബേ ഏരിയയുണ്ട്. അതുകൂടാതെ പസഫിക് ഓഷ്യൻ്റെ തീരപ്രദേശങ്ങളെല്ലാം വളരെ നല്ല പിക്നിക് സ്പോട്ട്സ് ആണ്. ഫ്രണ്ട്സ്, സാൻ ഫ്രാൻസിസ്കോവിലെ മറ്റ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ വളരെ നന്ദി. ബൈ ബൈ, സീ യു.